ഞങ്ങളും നരകത്തിൽ. പാണക്കാട് ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ ഞങ്ങളും സ്വർഗം. ഓലില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട. ഈ കുഞ്ഞിമോൻ വിചാരിച്ചെന്തറിയോ, തന്തൂരിയൊക്കെ ചുടുന്ന അടുപ്പ് പോലത്തെ അടുപ്പാണ് നരകം. ആ ചെക്കനെ കാരണം വിവരമുള്ളവര് പഠിപ്പിച്ചിട്ടില്ല. ഓന്റെ വിവരമില്ലായ്മയാണ് വിവരമുള്ളവരുടെ മാനദണ്ഡം. ഒരു മനുഷ്യൻ പറയൂ നരകത്തെ കുറിച്ച് ശരാശരി അറിവുള്ള ഒരു പറയൂ ആ വാക്ക്. നമ്മൾ പറയാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ നരകത്തിലേ പോകുമ്പോ ഇബ്രാഹിം നബി കണ്ടിക്കുക, എന്നെ നരകത്തിലിട്ട് വാപ്പാനെ രക്ഷപ്പെടുത്തിക്കുമെന്ന് പറയോ? എന്റെ വാപ്പ നരകത്തിലാണ് ഞാനും നരകത്തിൽ. ഇബ്രാഹിം നബി പറയോ? പറഞ്ഞിട്ടില്ല. ആ ചിന്ത ഉണ്ടാകണമെങ്കിൽ ഖുർആൻ എന്താന്ന് പഠിക്കണ്ടേ? തിന്നാൻ നല്ലോണം അറിയാം. നല്ലൊരു പള്ളി യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടായ ജീവിതം പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന കൗമ് ഈ മുസ്ലിം തമാശല്ല. യൗക്കുലൂന കമാ തൗക്കുലൽ അൻആമി വന്നാറു മസ്വല്ലഹു. ബാപ്പ ചത്താലും മണ്ടിയില്ല, ജീവിച്ചാൽ മണ്ടിയില്ല, ഓനെ തിന്നണം. ബാപ്പ എങ്ങനെ മരിച്ചിട്ടാണ് 3 ഇറത്താൻ 15 ഇറത്താൻ. എന്നിട്ട് ചോദിക്കുക ഈ ഹമുക്കെന്താ ചാത്ത്? അങ്ങനത്തെ മനസ്സേറ്റ് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർ. ഞാൻ വെറുതെ പറയല്ല. എന്റെ കൂടെ പഠിച്ചൊരു AP സുന്നിക്കാരൻ അഹമ്മദ് മാട്ടൂലുകാരനാണ്. ഞങ്ങള് നുസ്രത്തുൽ ഇസ്ലാം അറബി കോളേജിൽ പഠിച്ചപ്പോ ഓൻ എന്നോട് പറഞ്ഞാണ് വലിയ വലിയ പണക്കാരും മരിക്കാൻ ഞങ്ങൾ ദുആ ചെയ്യായിരുന്നു. ഞാൻ ചോദിച്ചു പൊന്നാര അഹമ്മദെ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് എന്തേ പറയാം? പട്ടിണിയായിരുന്നു, ബാലുശ്ശേരി മുഴുപട്ടിണിയായിരുന്നു. വലിയ ആചാര്യമാര് മരിച്ചാൽ നല്ല പൈസയും കിട്ടും, തിന്നാനും കിട്ടും. വിശന്നിട്ടാ അയാൾ മരിക്കാൻ ബോധി ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഇയാൾ പ്രാർത്ഥിക്കായിരുന്നു. കാരണം എന്താ? ഖൈറാണ്. മുജാഹിദുകളൊന്നും മരിച്ചിട്ടൊരു കാര്യമില്ല, ഒരു കട്ടൻ ചായ പോലും കിട്ടില്ല. അതുകൊണ്ട് ഓൻ സുന്നിയായി ജീവിക്കണ്. തിന്നാനും കുടിക്കാനും വേറൊന്നുമില്ല. അതിന്റെ അപ്പുറത്ത് വേറൊരു ലോകവുമില്ല. അത് തിന്നണം. രാത്രി 1 മണി 2 മണി വരെയാണ് ഏത് മന്തി ലോകത്ത് വന്നപ്പോ ഓന്റെ ഞാൻ പറയില്ല എന്താ തിന്നോളി ഒക്കെ ഒരു ലിമിറ്റില്. അതിലപ്പുറം അമിതമായി ലഭിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് ഖുർആൻ ഒരു വചനം പറയട്ടെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷയത്തിന്റെ ഓർഡർ അനുസരിച്ചാണ് ഇപ്പൊ പോകുന്നത്. വിലാപത്തിന്റെ മറ്റൊരു വചനം അതിങ്ങനെയാണ്. വയൗമ യഉല്ലു ളാലിം അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലമ്മ ഇത്തഖദു ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനി ദിക്ർ. സൂറത്ത് ഫുർഖാനാണ് 25-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനം. എന്തായാലും പറയണറിയോ? ഈ ഇടവണ്ണയിലെ ആളുകൾ ശരിക്ക് കേൾക്കേണ്ടതാണ്. ഇടവണ്ണ ബസ് സ്റ്റാൻഡിൽ ഈ പ്രസംഗം നടക്കുമ്പോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്. എന്താ? അക്രമം ചെയ്തവൻ കൈകടിക്കുന്ന ദിവസം. അക്രമം ചെയ്തവൻ ഇങ്ങനെ കൈകടിക്കുന്ന ദിവസം അവൻ പറയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നാട്ടാചാരത്തിന്റെ പിന്നാലെ, ഉസ്താദുമാരുടെ വാക്കുകളുടെ പിന്നാലെ, ആ കള്ളപ്രചരണങ്ങളുടെ പിന്നാലെ, സാദാത്യങ്ങളുടെ പിന്നാലെ, കുബറായിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നു. എന്നിട്ട് പറയുന്നതറിയോ? ഞാൻ എന്നാലും അവനെ കൂട്ടുപിടിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്. എന്റെ കഷ്ടമേ, വിലാപമാണ്. നരകം കാണും. ഏത് നരകം? സൂറത്ത് ലൈലിലെ 14-ാമത്തെ വചനം. ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ. ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെ ചിന്ന ഭിന്നമാകുന്ന ആ നരകം, ആ നരകത്തിൽ നിന്നുള്ള മോചനം. ഇവിടെ എന്താ പറയണേ? ഞാൻ എന്നാലെന്നവന് എന്നിട്ട് പറയാ ലഖദ് അദല്ലനി അനി ദിക്ർ. എനിക്ക് ഉത്ബോധനൊക്കെ വന്നു കിട്ടിയിരുന്നു. ഇതൊക്കെ പറഞ്ഞു തരാൻ വിസ്തം വന്നിരുന്നു, മുജാഹിദുകൾ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ ഓലെ ആട്ടിയിറക്കി, ഓലെ നോട്ടീസ് കീറിയോരെ മൊത്തേക്ക് വലിച്ചെറിഞ്ഞു, ഓലെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, ഓലെ ജയിലാക്കിച്ചു. ഇതൊക്കെയാണ് ചെയ്ത്. വിലാപമാണ്. അടുത്ത കാര്യം, എന്നിട്ട് റസൂല് പറയുന്ന ഒരു വിലാപമുണ്ട്. അതെന്താ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് ഖുർആനിന്റെ കണ്ടന്റ് നോക്കിയില്ല. 25-ാം അധ്യായം 30-ാമത്തെ വചനം. എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല. മറ്റന്നാൾ നടക്കുന്ന പ്രസംഗത്തിൽ എനിക്ക് അവിടെ പ്രസംഗിക്കേണ്ടി വരുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആൻ തന്നെയാണ് മൊഹിദ്ദീൻ മാല. ഒരു ഫൈസിയുടെ വാദമാണ്. അവിടുത്തെ ഒരു പള്ളിയിലെ ഫൈസി ഇത് വ്യാപിച്ച് അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഖുർആനിന് പകരം മൊഹിദ്ദീൻ മാല മതി. ആലോചിച്ചു നോക്കുക. ഓൻ്റെ ഒരു തൊലിക്കട്ടി എന്തായിരിക്കും? ഓനത് പറയും. കാരണം ഫൈസിമാര് ഏറ്റവും കൂടുതൽ പിഴവ് വിശ്വാസം വെച്ച് പുലർത്തുന്ന ഫൈസിമാരാണ് കേരളത്തിൽ. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോ. മുസ്തഫ ഫൈസി മൊയ്തീമാല എഴുതിയപ്പോ മൂപ്പര് പറഞ്ഞു തന്നെ അറിയോ? മൊയ്തീമാലൊക്കെ പരിഭാഷപ്പെടുത്തിയപ്പോ ഖുർആൻ പരിഭാഷപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നിയേ. എന്നിട്ട് മൂപ്പര് പറയുന്നൊരു കാര്യം, മൊയ്തീമാല തെറ്റാണോ നാ ഖുർആനും തെറ്റാണ്. മൊയ്തീമാല തെറ്റാണോ നാ ഖുർആനും തെറ്റാണ്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ഉമ്മത്ത്.
ഈ ഉമ്മത്തിനോടാണ് നമുക്ക്. റസൂലിന്റെ പരാതി എന്താ? ഖുർആനിനെ അകന്യ കൊടിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്?